കുട്ടികളെ നന്നാവുള്ള അഞ്ചാമത്തെ കാര്യം, നമ്മൾ മാതൃകാ ജീവിതം നയിക്കുക. ഉപ്പയും ഉപ്പ രഹസ്യമായി മൊബൈലിൽ ഹറാമ് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെ കുട്ടി നന്നാവല്? ഭർത്താവ് വരുമ്പോൾ ഉമ്മ അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ എങ്ങനെയാ കുട്ടി നന്നാവുക? എങ്ങനെയാ നന്നാവുക? നമ്മൾക്ക് കുറേ ഇബാദത്ത് ഉണ്ടാവണം, നമ്മൾക്ക് കുറേ ഇബാദത്തുകൾ ഉണ്ടാവണം. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് എങ്ങനെയാണെന്നറിയോ? ഉപ്പ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്ന കണ്ടിട്ടാ. ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ എന്താ നിസ്കരിക്കണത്? തഹജ്ജുദ്. ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത്? കണ്ടോ? അങ്ങനെയാ ചെറിയ പ്രായത്തിൽ 10 വയസ്സ് പോലും എത്താത്ത കുട്ടി തഹജ്ജുദ് നിസ്കാരം ആരംഭിക്കണത് ഉപ്പാന്റെ തഹജ്ജുദ് കണ്ടിട്ടാണ്. സഹ്ലു ബിൻ അബ്ദില്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് അമ്മാവന്റെ തഹജ്ജുദ് കണ്ടിട്ടാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് ഉസ്താദ് പറയാണ്, ഹിജാബൊക്കെ ഇടേണ്ട പ്രായമായി മോളെ, അന്യപുരുഷന്മാരെ നമ്മളെ കാണാൻ പാടില്ല. അപ്പോൾ ആ കുട്ടിക്ക് തോന്നാണ്, ശരിയല്ലേ, ഫാത്തിമ ബീവിയുടെ ഒക്കെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ കഥകളല്ലേ ഇന്നലെ ഉസ്താദ് പറഞ്ഞത്, ഇനി എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമല്ലേ എന്ന് വിചാരിക്കുമ്പോഴാണ് ഉമ്മ ഹിജാബ് ഇടാണ്ട് മത്സ്യ വിൽപ്പനക്കാരനോട് വർത്താനം പറയുന്നതും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോട് വർത്താനം പറയുന്നതും കാണുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടി മദ്രസയിൽ പോയിട്ടില്ല അവലാവുക? ആമ്പിള്ളരോട് ഉസ്താദ് മദ്രസയിൽ പറയണ, എന്താടാ നിന്റെ മുടിയുടെ കോലിങ്ങനെ, ഇതെന്താടാ ഇളനീനാറ്റ് ചെത്തിയ മാതിരി? ഉസ്താദ് ഞാൻ നാളെ മുതൽ ശരിക്ക്. ഉറപ്പല്ലേ? വീട്ടിലെത്തിയിട്ട് ഏട്ടന്മാരായ 3 ആളെ നോക്കുമ്പം ഇവൻ വിചാരിക്കും പിന്നെയും മെച്ചൻ ഞാനാണ്, ഇവർ ഇളനീൻ എന്നെ ചക്കനെ ചെത്തിയ മാതിരി. പിന്നെ എന്തിനാ ഈ പിള്ളേരെ മദ്രസയിലേക്ക് അയക്കുന്നത് മനുഷ്യന്മാരെ? എന്തിനു പായക്കണത്? എന്തപ്പോ അതിനെ കൊണ്ട് കാര്യം? മൊബൈലൊന്നും അധികം ഉപയോഗിക്കരുത് കേട്ടോ എന്ന് കേട്ട ഒരു കുട്ടി, സ്കൂളിൽ നിന്ന് കേട്ട ഒരു കുട്ടി, സ്ക്രീൻ അഡിക്ഷൻ്റെ ഭവിഷ്യത്ത് കേട്ട ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഉമ്മാനോട് മിണ്ടാൻ തന്നെ കഴിയുന്നില്ല. ഉമ്മ ഫുള്ള് മൊബൈലിലാണ്. ഉമ്മ പാചകക്കല പഠിക്കുന്നതിന് യൂട്യൂബിൽ നിന്നാണ്. കോഴിയെ കാൽ വിടർത്തുക, മുളക് പൊടി വിതരണം ചെയ്യുക, ഇങ്ങനെയാണ് പഠിക്കണ തന്നെ. അപ്പോൾ ഈ കുട്ടി എങ്ങനെ ഈ ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഇറങ്ങുക? മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് വിചാരിച്ച ഒരു കുട്ടിക്ക് വീട്ടിൽ നിന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഒരൊറ്റൊരാളെ മാതൃകയാക്കാൻ പറ്റുന്ന വീട്ടിൽ ആളില്ലെങ്കിൽ പോയില്ലേ കഥ. അപ്പം നമ്മൾ മാതൃകയാവണം വീട്ടിൽ.